കുറച്ച് നാളത്തേക്ക് നിങ്ങൾ വീടൊക്കെ പൂട്ടി ഒരു ടൂർ പോയി. ടൂറൊക്കെ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് വീട്ടിൽ വരുമ്പം നിങ്ങളുടെ പറമ്പിൽ ആരൊക്കെയോ കൃഷി ചെയ്യുന്നു. നിങ്ങൾ അവരോട് പോയി ചോദിച്ചു, നിങ്ങൾ എന്ത് വൃത്തികേടാണ് ഈ കാണിക്കുന്നത്? ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളോട് ചോദിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ കൃഷി ചെയ്യാൻ സാധിക്കും? അപ്പോൾ അവർ നിങ്ങളോട് പറയുകയാണ്, ഇത് നിങ്ങളുടെ സ്ഥലമല്ല, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. അത് തെളിയിക്കുന്ന തരത്തിലുള്ള ചില ഡോക്യുമെൻറ്റുകളൊക്കെ ഞങ്ങളുടെ പക്കലുണ്ട്. അതുമല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നു. നിങ്ങളൊരു കള്ളനാണ്, നിങ്ങൾ കമ്പനിയുടെ പണം മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ചുകൊണ്ടാണ് നിങ്ങളെ ഇറക്കി വിടുന്നത്. ജോലി പോയി, പിന്നെ നാണക്കേടാണ്, ആളുകളുടെ മുമ്പിൽ കള്ളനാണ്. പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു മോഷണവും നടത്തിയിട്ടില്ല. ഈ രണ്ട് സിറ്റുവേഷനിലും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് പോലീസുമായി ബന്ധപ്പെടാം, പിന്നീടത് കോടതി വ്യവഹാരങ്ങളിലേക്ക് കടക്കും. എത്ര കൊല്ലം വേണ്ടിവരും നിങ്ങളുടെ നിരപരാധിത്വം നേടിയെടുക്കാൻ? അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ സ്ഥലം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് എത്ര വർഷം വേണ്ടിവരും? 5 കൊല്ലം, 10 കൊല്ലം, അല്ലെങ്കിൽ 100 കണക്കിന് കൊല്ലങ്ങൾ? ഞാനൊരു സിനേറിയോ പറയാം. കോടതി ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ്, ഇതുവരെ പെൻഡിങ് ആയിട്ടുള്ള കേസുകളൊക്കെ തീർത്തതിന് ശേഷം മാത്രമേ പുതിയ കേസുകൾ വിചാരണയ്ക്ക് എടുക്കത്തുള്ളൂ. സാങ്കല്പികമായിട്ട് നിങ്ങൾ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള 5.5 കോടി കേസുകൾ പൂർണ്ണമായിട്ടും തീർപ്പാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കേസ് എടുക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിചാരണ ആരംഭിക്കാൻ ഏകദേശം 300 വർഷങ്ങൾ വേണ്ടിവരും. അതായത് ആ കേസിൻ്റെ വിധി കേൾക്കാൻ നിങ്ങൾ കാണില്ല, നിങ്ങളുടെ കൊച്ചുമക്കൾ കാണില്ല, നിങ്ങളുടെ കൊച്ചുമക്കളുടെ കൊച്ചുമക്കൾ പോലും കാണില്ല. നമ്മുടെ നാട്, നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പലരും ഇതിൻ്റെ പിന്നിലുള്ള കാരണമായിട്ട് പറയുന്നത് ഇവിടെ പോപ്പുലേഷൻ അനുസരിച്ചുള്ള ജഡ്ജിമാരില്ല, കോടതികളില്ലെന്നൊക്കെയാണ്. എന്നാൽ അത് പാതിയേ ശരിയുള്ളൂ. പ്രധാന പ്രശ്നങ്ങൾ ശരിക്കും ആരും ചർച്ച ചെയ്യുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല, ഒരു മാധ്യമങ്ങളും ഇതൊരു ചർച്ചാ വിഷയമാക്കിയിട്ട് പോലും എടുക്കുന്നില്ല. അങ്ങനെ ആരും പറയാത്ത, അങ്ങനെ കാര്യമായി ആരും ചർച്ച ചെയ്യാതെ ഒഴിവാക്കി വിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തെക്കുറിച്ചാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. കുറച്ച് കോൺട്രോവേഴ്സിയലാണ്. ഞാൻ ഇതിനു വേണ്ടി കുറേയധികം റെഫറൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പോഡ്കാസ്റ്റുകളും ഇൻ്റർവ്യൂസും ഡോക്യുമെൻ്ററീസും ഒക്കെയാണ്. അതിൻ്റെ എല്ലാം ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിച്ച് നോക്കാം. 5.5 കോടി കേസുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് വെറും ഒരു എണ്ണം മാത്രമല്ല, പച്ചയായ മനുഷ്യരാണ് ഈ 5.5 കോടി ആളുകൾ. അതിലെ വളരെ പ്രധാനപ്പെട്ട ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, സോപാൻ ഗേക്വാദ്. 1968 മഹാരാഷ്ട്രയിൽ അദ്ദേഹം പൊന്നുവില കൊടുത്ത് കുറച്ച് സ്ഥലം മേടിച്ചു. ഒരുപാട് വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ആ സ്ഥലം സ്വന്തമാക്കിയത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ബാങ്കുകാർ അദ്ദേഹത്തെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെത്തി. അവർ ആ സ്ഥലം ജപ്തി ചെയ്യാൻ പോവാണ്. കാരണം മുൻപുണ്ടായിരുന്ന ഇതിൻ്റെ ഉടമസ്ഥൻ ബാങ്കിൽ നിന്ന് ഈ സ്ഥലം കാണിച്ചുകൊണ്ട് പലിശയ്ക്ക് പണം എടുത്തിരുന്നു. ആ പണം ഒട്ടും തന്നെ അവർ അടയ്ക്കാത്തതിനെ തുടർന്ന് ബാങ്ക് ജപ്തി ചെയ്യാൻ പോവാണ്. പാവൻ സോപാൻ ഗേക്വാദ് എന്ത് ചെയ്യാൻ സാധിക്കും? അദ്ദേഹം കോടതിയെ സമീപിച്ചു. നീണ്ട 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 1982 കോടതിയുടെ വിധി വന്നു. സോപാൻ ഗേക്വാദിന് അനുകൂലമായിട്ടാണ് വിധി വന്നത്. ആ സ്ഥലമെല്ലാം ഇനി അദ്ദേഹത്തിന് സ്വന്തമാണ്. പക്ഷേ കേസ് അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് വീണ്ടും അപ്പീലിന് പോകാമല്ലോ. അപ്പോൾ പഴയ ഓണർ വീണ്ടും അപ്പീലിന് പോയി. അദ്ദേഹം ഡിസ്ട്രിക്ട് കോർട്ടിൽ പോയപ്പോൾ ഡിസ്ട്രിക്ട് കോർട്ട് വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവിറക്കി. സോപാൻ ഗേക്വാദിന് ഈ വസ്തുവിൽ ഒരു അവകാശവുമില്ല, പഴയ ഓണറിൻ്റെ വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ബാങ്കിനിത് കണ്ടുകെട്ടാം. സോപാൻ ഗേക്വാദ് വെറുതെ ഇരിക്കുമോ? കാരണം അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്. അദ്ദേഹം വീണ്ടും കോടതിയിലേക്ക് പോയി. ബോംബെ ഹൈക്കോർട്ടിലേക്കാണ് ഇത്തവണ അദ്ദേഹം പോകുന്നത്. ഹൈക്കോർട്ടിലെ വ്യവഹാരം എത്ര വർഷം നീണ്ടു നിന്നെന്ന് നിങ്ങൾക്കറിയാമോ? 27 വർഷങ്ങൾ. 27 വർഷങ്ങൾക്ക് ശേഷം 2015 കോടതിയുടെ വിധി വന്നു. ഈ കേസ് ഡിസ്മിസ് ചെയ്യുകയാണ്. അതായത് ജില്ലാ കോടതിയുടെ അതേ വിധി നിലനിൽക്കും. പഴയ ഓണറിന് ആ സ്ഥലം സ്വന്തമാക്കാം. അതായത് പഴയ ഓണർ വഴി ബാങ്കിൻ്റെ പേരിലായിരിക്കും ഇനി ആ സ്വത്ത്. സോപാൻ ഗേക്വാദ് പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയിലും വിചാരണ കുറേയധികം നാൾ നീണ്ടു നിന്നു. ഒടുവിൽ 53 വർഷങ്ങൾക്ക് ശേഷം 2021 ജൂലൈ മാസം 12-ാം തീയതി സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചു. കേസിൻ്റെ ഫയലിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള ജഡ്ജി വക്കീലിനോട് ചോദിച്ചു, എന്തേ നിങ്ങളുടെ ക്ലയൻറ്റ് എവിടെയാണ്? വളരെ ദുഃഖത്തോടു കൂടി ആ സത്യം ജഡ്ജിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു.
മൈ ലോഡ്, മൈ ക്ലയൻറ്റ് ഈസ് നോ മോർ. എൻ്റെ ക്ലയൻറ്റ് ഇപ്പോൾ ജീവനോടിരിപ്പില്ല, അദ്ദേഹം മരിച്ചുപോയി. വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമായിരുന്നു. അതുപയോഗിച്ച് വസ്തു വാങ്ങി. അതൊടുവിൽ ബാങ്കുകാർ കൊണ്ടുപോയി. ഇപ്പോൾ കോടതിയുടെ മുൻപിലെത്തിയപ്പോഴേക്കും 53 വർഷങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത്. സോപാൻ ഗൈക്വാദിൻ്റേത് ഒരു ആക്സിഡൻ്റ് ആയിട്ടുള്ള കേസാണെന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ വേറെയും ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ പറ്റും. കുറച്ചുകൂടെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു കഥയുണ്ട്. കഥയല്ല, ശരിക്കും ജീവിതം തന്നെ. അദ്ദേഹത്തിൻ്റെ പേര് VM സുധാകർ എന്നാണ്. അദ്ദേഹം ഇന്ത്യൻ റെയിൽവേയിലെ ഒരു ടിക്കറ്റ് എക്സാമിനർ ആയിരുന്നു. 1988 അദ്ദേഹത്തിനെതിരെ ഒരു കേസുണ്ടായി. അദ്ദേഹം 50 രൂപ കൈക്കൂലിയായിട്ട് വാങ്ങി എന്നായിരുന്നു ആ കേസ്. പക്ഷേ ദൃക്സാക്ഷികളൊക്കെ പറഞ്ഞത് അദ്ദേഹം അത്തരത്തിൽ പണം മേടിക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല, പണം അവിടെ കൈക്കൂലിയായിട്ട് മേടിച്ചില്ലെന്നാണ്. പക്ഷേ ഇന്ത്യൻ റെയിൽവേയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവർക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ പുറത്താക്കണമായിരുന്നു. നീണ്ട 8 വർഷങ്ങളാണ് അവർ അന്വേഷണങ്ങളും വിചാരണകളും ഒക്കെ നടത്തിയത്. ഒടുവിൽ 1996 അദ്ദേഹത്തെ ശിക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ജോലി പോയി എന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ മുൻപിൽ അദ്ദേഹം ഒരു കള്ളനായി മുദ്രകുത്തപ്പെട്ടു. ഇന്നേ വരെ തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി വെറും 50 രൂപയുടെ പേരിൽ ഒരു കുറ്റക്കാരനായിട്ട് ആരോപിക്കപ്പെടുക എന്ന് പറയുന്നത് എത്രമാത്രം ക്രൂരമായിട്ടുള്ള കാര്യമാണ്. VM സുധാകർ പിന്നീട് ഗവൺമെൻറ്റിനെതിരെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കേസുമായിട്ട് പോയി. കേസ് ഒരുപാട് വർഷം നീണ്ടു നിന്നു. ഒടുവിൽ 2012 ആയപ്പോൾ ട്രൈബ്യൂണലിൻ്റെ ഉത്തരവിറങ്ങി. VM സുധാകർ ഒരു രീതിയിലുള്ള തെറ്റും ചെയ്തിട്ടില്ല, ഒരു രീതിയിലുള്ള തെളിവും അദ്ദേഹത്തിനെതിരെ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ജോലിയിൽ തിരികെ എടുക്കണം, വേണ്ട നഷ്ടപരിഹാരം കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. വെറും 50 രൂപയുടെ കേസാണ്, തെളിവുകളൊന്നുമില്ല. റെയിൽവേക്ക് അദ്ദേഹത്തെ ജോലിയിൽ തിരിച്ചെടുക്കാം. പക്ഷേ ആ ഉദ്യോഗസ്ഥർക്ക് ശരിക്കും ഈഗോ അടിച്ചു. സുധാകറിൻ്റെ മുമ്പിലും ഈ ട്രിബ്യൂണലിൻ്റെ മുമ്പിലും തോറ്റു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ പണം അവരുടെ പോക്കറ്റിൽ നിന്ന് എടുക്കേണ്ട ആവശ്യവുമില്ല. പാവപ്പെട്ട ജനങ്ങൾ ടാക്സ് അടച്ച പണമുണ്ട്. ആ പണവുമായിട്ട് അവർ നേരെ ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായിട്ട് പോയി. കേസ് പിന്നെയും അവിടെ തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. ഡേറ്റുകൾ മാറ്റിവെച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ 2017 ആയപ്പോൾ VM സുധാകർ തൻ്റെ നിരപരാധിത്വം ലോകത്തെ അറിയിക്കാൻ സാധിക്കാതെ മരണമടഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ വെറുതെ ഇരുന്നില്ല. അദ്ദേഹം മരിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ലോകം അറിയണം അവരുടെ പിതാവ് ഒരു രീതിയിലുള്ള തെറ്റും ചെയ്തിട്ടില്ല, ഒരു പാവം സാധു മനുഷ്യനായിരുന്നെന്ന്. അദ്ദേഹത്തിൻ്റെ കുടുംബം കേസുമായി മുന്നോട്ട് പോയി. വക്കീലിന് പണം അവർ കൊടുത്തുകൊണ്ടേയിരുന്നു. എല്ലാ ഹിയറിങ്ങിലും മുടങ്ങാതെ അവർ പങ്കെടുത്തു. പിന്നെയും വർഷങ്ങൾ കടന്നുപോയി. 2025 ഒക്ടോബർ മാസമായപ്പോൾ കോടതിയുടെ വിധി വന്നു. വീണ്ടും വിധി പ്രഖ്യാപിച്ചത് അദ്ദേഹം നിരപരാധിയാണെന്നാണ്. 50 രൂപ കൈക്കൂലി മേടിക്കുന്നതായി ആരും കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു രീതിയിലുള്ള തെളിവുമില്ല. അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും 50 രൂപ കണ്ടെത്തിയിട്ടുമില്ല. പക്ഷേ അപ്പോഴേക്കും എത്ര വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ടെന്നറിയാമോ? ഏതാണ്ട് 40 വർഷങ്ങൾ. ആ വിധി കേൾക്കാൻ ആ മനുഷ്യൻ ജീവനോടുണ്ടായിരുന്നില്ല. ലോകത്തിൻ്റെ മുൻപിൽ ഒരു കള്ളനായി മാത്രം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഒരു വ്യക്തി കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് സ്ഥലം വാങ്ങിച്ചപ്പോൾ അത് ബാങ്ക് കൊണ്ടുപോയി. അത് നേടിയെടുക്കാൻ ഏതാണ്ട് 50 വർഷത്തോളം വേണ്ടി വന്നു. അപ്പോഴേക്കും ആ വ്യക്തി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. വെറും 50 രൂപയുടെ പുറത്ത് കള്ളനാണെന്ന് മുദ്ര കുത്തപ്പെട്ട് ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തി, ആ വ്യക്തിക്കും ഏതാണ്ട് 40 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഇതിലൂടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ വളരെ സ്ലോ ആണെന്നല്ല പറയാൻ കഴിയുന്നത്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തകർന്ന് തരിപ്പണമായെന്നാണ് പറയാൻ കഴിയുക. ഇത് ഇമോഷണലായിട്ടുള്ളൊരു കാര്യം മാത്രമല്ല. നിങ്ങളിൽ പല ആളുകളും ഇതുവരെ കോടതിയിൽ പോയിട്ടില്ലായിരിക്കാം, ഇനി ജീവിതത്തിൽ പോകത്തില്ലായിരിക്കാം. വളരെ കുറച്ച് പേർക്കായിരിക്കും ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങൾ ഏർപ്പെടേണ്ടി വരിക. ഇങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങൾ പലരും ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിൽ വലിയൊരു തെറ്റുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കീശയിൽ നിന്ന് ഈ കോടതികൾ പണം ഊറ്റിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രാജ്യത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റായ പ്രൈം മിനിസ്റ്ററിൻ്റെ എക്കണോമിക് അഡ്വൈസറി കൗൺസിലിലെ ഒരു അംഗമായ സഞ്ജീവ് സന്യാൽ ലോകത്തെ മുഴുവനും ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ ബോംബ് പൊട്ടിച്ചു. ഒരു മേജർ കോൺക്ലേവിലാണ് അദ്ദേഹം ഈ ബോംബ് പൊട്ടിച്ചത്. നമ്മുടെ രാജ്യം ഒരു വികസ്വര രാജ്യമാണ്, അടിക്കടി വികസിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്നാൽ വികസിച്ച് ഒരു വികസിത രാജ്യമായി, ഒരു ഡെവലപ്ഡ് കൺട്രിയായി മാറാൻ നമുക്ക് പരമാവധി ഒരു 25 വർഷം മാത്രമേ കാണത്തുള്ളൂ. കാരണം ഇപ്പോഴത്തെ പോപ്പുലേഷൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ.
എന്നാൽ ഒരു 20-25 വർഷം കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാർക്കെല്ലാം പ്രായമാകും. അപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥ ഇപ്പോഴത്തെ പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും ജപ്പാൻ്റെയും അവസ്ഥ പോലായിരിക്കും. പ്രായമുള്ളവരായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഘട്ടത്തിൽ നമുക്ക് ഒരു വികസ്വര രാജ്യത്തിൽ നിന്നും ഒരു വികസിത രാജ്യമായിട്ട് മാറാൻ പറ്റില്ല. വികസിത രാജ്യമായി മാറണമെങ്കിൽ ഇപ്പോൾ പറ്റണം. ഈ വരാൻ പോകുന്ന 25 വർഷങ്ങൾക്കിടയിൽ പറ്റണം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു കടമ്പ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനമോ അംബാനിയോ അദാനിയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ നരേന്ദ്രമോദിയോ VD സതീശനോ പിണറായി വിജയനോ ഒന്നുമല്ല. നമ്മളിൽ പലരും ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലൻ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ. എങ്ങനെയാണ് നീതിന്യായ വ്യവസ്ഥ ഇവിടെ പ്രധാനപ്പെട്ട വില്ലനായി മാറി നമ്മളുടെ വികസനത്തിന് തന്നെ കടിഞ്ഞാലിടുന്നത്? സന്യാൽ ആ കോൺക്ലേവിൽ പറഞ്ഞത് 99-1 പ്രോബ്ലത്തെക്കുറിച്ചാണ്. നമ്മുടെ രാജ്യത്ത് ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും തുടങ്ങാനും അത് എക്സ്പാൻഡ് ചെയ്യാനും ഒരുപാട് നിയമങ്ങളുണ്ട്. എന്നാൽ ആ നിയമങ്ങൾ എല്ലാം എഴുതി ഉണ്ടാക്കുന്നത് വെറും 1% വരുന്ന മനുഷ്യരെ പറ്റിക്കുന്ന കള്ളന്മാർക്ക് വേണ്ടിയാണ്. അതായത് നമ്മുടെ രാജ്യത്തുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നതിൽ 99% ആളുകളും നല്ല മനുഷ്യരാണ്. അവർ കൃത്യമായിട്ട് അവരുടെ ബിസിനസ് ഒരു തെറ്റുമില്ലാതെ ഒരു നിയമവും ലംഘിക്കാതെ നടത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ വെറും 1% ആൾക്കാരുണ്ട്. അവർ എങ്ങനെയെങ്കിലും ആളുകളെ പറ്റിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ 1% ആൾക്കാരുണ്ടല്ലോ, അവരുടെ പറ്റിയിൽ നിന്നും നമ്മുടെ പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ പല പോളിസികളും പല നിയമങ്ങളും വളരെ ലെങ്തിയായി പോകുന്നത്. ഇത്രയും ലെങ്തി ആയിട്ടുള്ള പേപ്പർ വർക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യാവസായിക സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു അഴിമതി നടന്നു കരുതുക. അവിടെ ജോലി ചെയ്യുന്ന ഒരു മാനേജർ പണം വെട്ടിച്ചെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ പണം വെട്ടിച്ച ആ മാനേജരെ ശിക്ഷിക്കാൻ അയാൾക്കെതിരെ വിചാരണ വേണം. ആ വിചാരണ വർഷങ്ങളോളം നീണ്ടു നിൽക്കും. കാരണം അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്. മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 100ഓളം കമ്പനികളുമായി ബന്ധപ്പെട്ട് ഒരു റിസർച്ച് നടന്നിരുന്നു. ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് റിസർച്ചേഴ്സിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ 100ഓളം വരുന്ന കമ്പനികളിൽ ബഹുഭൂരിപക്ഷവും ഫാമിലി ബേസ്ഡ് കമ്പനികളാണ്. അതായത് കുടുംബാംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികളാണ്. ആ കമ്പനി കാര്യമായി ഡെവലപ്പ് ചെയ്യുന്നില്ല. നന്നായിട്ട് പോകുന്നുണ്ട്, പക്ഷേ അത് എക്സ്പാൻഡ് ചെയ്യുന്നില്ല. കാരണം അവരെല്ലാം ഭയപ്പെടുന്നുണ്ട്. അവരുടെ കുടുംബത്തിൽപ്പെടാത്ത ഒരു മാനേജറെ കമ്പനിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കൂടുതൽ എംപ്ലോയീസിനെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവർ നടത്തുന്ന എന്തെങ്കിലും ഒരു തിരിമറി തെളിയിക്കാനായിട്ട് അവർക്ക് വർഷങ്ങളോളം നിയമയുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഒരു ചെറുകിട വ്യാവസായിക സ്ഥാപനമായിട്ട് ആരംഭിക്കുന്ന ഫാമിലി ബിസിനസ്സുകൾ പലതും അതേ രീതിയിൽ തന്നെ തുടർന്നു പോവുകയാണ്. അത് കൂടുതൽ ഡെവലപ്മെൻറ്റുകളിലേക്കോ എക്സ്പാൻഷനിലേക്കോ മാറുന്നില്ല. ഇതുകൊണ്ടാണ് അമേരിക്കൻ കമ്പനികളൊക്കെ അടിക്കടി വികസിക്കുകയും ഇന്ത്യൻ കമ്പനികൾ എന്നും ഒരേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഏറ്റവും ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ വലിയ കമ്പനികളെക്കുറിച്ചല്ല, ചെറിയ തോതിൽ വളർന്നു വരുന്ന കമ്പനികളെക്കുറിച്ചാണ്. അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ തന്നെ പേടിയാണ്. അമേരിക്കയിൽ ഇതേ രീതിയിൽ വളർന്നു വരുന്ന കമ്പനികൾ ഏകദേശം 40 വർഷം കൊണ്ട് 7 ഇരട്ടിയായിട്ട് വികസിക്കും. അതായത് 7 ഇരട്ടിയാണ് അവരുടെ എക്സ്പാൻഷൻ. ഇന്ത്യയിൽ അത് വെറും 5% മാത്രമാണ്. അമേരിക്കയിലെ 7 ഇരട്ടി എന്ന് പറയുന്നത് 700%, ഇന്ത്യയിലേത് 5%. ഈ കാരണം കൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ ഉണ്ടാകുന്നത്. കാരണം ഉള്ള കമ്പനികൾ അതേ രീതിയിൽ തന്നെയാണ് 10-40 വർഷമായിട്ട് മുന്നോട്ട് പോകുന്നത്. വളരെ ചുരുക്കം ചില കമ്പനികൾ മാത്രം പടർന്ന് പന്തലിക്കും. ചെറിയ കമ്പനികൾ നന്നായിട്ട് ഭയന്നാണ് മുന്നോട്ട് പോകുന്നത്. കാരണം അവർക്ക് കോടതിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യവഹാരത്തിലേക്ക് ഏർപ്പെടാൻ ഭയമാണ്. എക്സ്പാൻഡ് ചെയ്യും തോറും റിസ്ക് കൂടും. ആ റിസ്കിന് കാരണക്കാരാകുന്നത് 1% വരുന്ന ആളുകളാണ്. തൊഴിലില്ലായ്മ മാത്രമല്ല, ഓരോ വർഷവും ഇത് കാരണം നമ്മുടെ GDPയിൽ ഉണ്ടാകുന്ന ഇടിവ് 10%. ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയിലെ അവസ്ഥ എത്രമാത്രം ദാരുണമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട് ഒരു കമ്പാരിസൺ നടത്താം. സിംഗപ്പൂരിൽ ഒരു കൊമേഴ്ഷ്യൽ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം കാരണം ഒരു കോടതി വ്യവഹാരത്തിലേക്ക് പോയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യാൻ ഏകദേശം 150 ദിവസങ്ങൾ വേണ്ടിവരും. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളുടെയൊക്കെ ആവറേജ് എടുത്തതാണ് ഈ 150 ദിവസം. പക്ഷേ ഇന്ത്യയുടെ കേസിൽ അത് 1500 ദിവസങ്ങളാണ്. അതായത് 4 വർഷങ്ങളാണ്. ഏതെങ്കിലും ഒരു വ്യാവസായിക സ്ഥാപനം അല്ലെങ്കിൽ ഒരു ചെറുകിട കോർപ്പറേറ്റ് സ്ഥാപനം അവർ ചിന്തിക്കുമോ ഇത്രയധികം വർഷം അവരുടെ പണം ഇങ്ങനെ കെട്ടിക്കിടക്കാൻ?
അങ്ങനെ കെട്ടിക്കിടക്കുന്നതിലും നല്ലത് ആ കമ്പനി അങ്ങ് എക്സ്പാൻഡ് ചെയ്ത് പോകാതിരിക്കുന്നതല്ലേ. നിലവിലുള്ള പണവും ബിസിനസ്സുമായിട്ട് സുഖമായിട്ട് ജീവിക്കാനേ അവർ ആഗ്രഹിക്കത്തുള്ളൂ. നമ്മുടെ രാജ്യത്തിൽ വലിയ വികസനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ പല കോണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് നെറ്റ്വർക്കുകൾ നമുക്ക് കാണാം. 6 വരി പാതയുള്ള ഹൈവേകൾ നമുക്ക് കാണാം. പുതുതായി പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തുറമുഖങ്ങൾ നമുക്ക് കാണാം. പക്ഷേ അതിനൊക്കെ ഒരു വലിയ ഓട്ടയുണ്ട്. ആ ഓട്ട ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ പലരും പറയുന്നൊരു കാര്യം ഇവിടുത്തെ പോപ്പുലേഷനാണ്. ഒരുപാട് പോപ്പുലേഷനുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് കോടതികൾ വേണം, ഒരുപാട് സുപ്രീം കോടതി ജഡ്ജിമാർ വേണം, ഒരുപാട് ഹൈക്കോടതി ജഡ്ജിമാർ വരണം. പക്ഷേ ഇത് വെറും അർദ്ധസത്യം മാത്രമാണ്. ഇതിൽ പകുതിയേ ശരിയുള്ളൂ. പകുതി ഭാഗം വേറെ പല കാരണങ്ങളാണ്. ആ കാരണങ്ങൾ കാര്യമായിട്ട് ആരും ഡിസ്കസ് ചെയ്യാറില്ല. ആദ്യം ഈ പകുതി കാര്യം എന്താണെന്ന് നോക്കാം. അതായത് ശരിയായിട്ടുള്ള ഈ പോപ്പുലേഷൻ്റെ കാര്യം എത്രമാത്രം ഗുരുതരമാണെന്ന് നമുക്ക് നോക്കാം. മറ്റ് രാജ്യങ്ങളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇന്ത്യയിൽ ഏകദേശം 150 കോടി ജനങ്ങൾക്കായിട്ട് 21,000 ജഡ്ജിമാർ മാത്രമേ ഉള്ളൂ. അതായത് 10 ലക്ഷം ജനങ്ങൾക്ക് വെറും 15 ജഡ്ജിമാർ മാത്രം. എന്നാൽ അമേരിക്കയിൽ 10 ലക്ഷം മനുഷ്യർക്ക് 150 ജഡ്ജിമാരുണ്ട്. യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ 10 ലക്ഷം പേർക്ക് അവിടെ 220 ജഡ്ജിമാരാണ്. നമ്മുടെ സർക്കാർ കൂടുതൽ കോടതികൾ പണിയാത്തതാണോ അതിൻ്റെ കാരണം? കൂടുതൽ വേക്കൻസി ഉണ്ടാക്കിയെടുക്കാത്തതാണോ കാരണം? അതൊന്നുമല്ല കാരണം. നിലവിലുള്ള നമ്മുടെ കോടതികൾ തന്നെ, ഉയർന്ന കോടതികൾ തന്നെ 33% വേക്കൻസിയാണുള്ളത്. അത് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നില്ല. ലോവർ കോടതികളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 20% വേക്കൻസി ഉണ്ട്. സീറ്റുകൾ വേക്കൻ്റ് ആയിട്ടിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ കൂടുതൽ കോടതി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉള്ള വേക്കൻറ്റ് സീറ്റിലേക്ക് പുതിയ ആളുകളെ എടുത്താൽ പോരെ. 5.5 കോടി കേസുകളാണ് ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം സർക്കാർ ആളുകളെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാത്തത്? ഇവിടെ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ കഴിവുള്ള കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആളുകളെ കിട്ടുന്നില്ല ജഡ്ജിമാരാക്കാൻ. 2019 ഡൽഹി ഗവൺമെൻറ് ഒരു ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ നടത്തി. ആ എക്സാമിൽ നിന്നും മൊത്തം ആവശ്യമായിട്ടുള്ള വേക്കൻസിയുടെ 44% വേക്കൻസി മാത്രമാണ് ഫില്ല് ചെയ്യാൻ സാധിച്ചത്. കാരണം അത്രയും പേര് മാത്രമാണ് ആ എക്സാമിൽ മിനിമം മാർക്ക് സ്കോർ ചെയ്തത്. ഇതിലും ഞെട്ടിക്കുന്ന സംഭവമാണ് അങ്ങ് ജമ്മു കാശ്മീരിൽ നടന്നത്. അവിടെ ഒരു എക്സാം നടത്തി ജഡ്ജിമാരെ, ഡിസ്ട്രിക്ട് കോർട്ടുകളിലേക്കുള്ള ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ. എന്നാൽ ഒരാളെ പോലും തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ല. കാരണം മിനിമം മാർക്ക് സ്കോർ ചെയ്ത ഒരാൾ പോലും ആ എക്സാം എഴുതിയിരുന്നില്ല. ജമ്മു കാശ്മീരിലേത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്നും പറയണ്ട. ജമ്മു കാശ്മീർ അങ്ങ് നോർത്ത് ഇന്ത്യയിലല്ലേ. ഇങ്ങ് സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ ഇതുപോലെ തന്നെ ഒരു എക്സാം നടത്തി. 3500 പേരാണ് ആ എക്സാം അറ്റൻഡ് ചെയ്തത്. ജില്ലാ കോടതിയിലെ ജഡ്ജ് തന്നെ ആണ് പൊസിഷൻ. പക്ഷേ ഒരാളെ പോലും ജില്ലാ കോർട്ടിലെ ജഡ്ജാക്കാൻ പറ്റിയില്ല. കാരണം ഒരാൾക്ക് പോലും മിനിമം മാർക്ക് ഉണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയൊന്ന് നോക്കിക്കേ. ഓരോ മുക്കിനും കോച്ചിങ് സെൻറ്ററുകളാണ്. IIT എക്സാമുകൾക്ക് വേണ്ടി, നീറ്റ് എക്സാമുകൾക്ക് വേണ്ടി, UPSC എക്സാമുകൾക്ക് വേണ്ടി, PSC എക്സാമുകൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കോച്ചിങ് സെൻറ്ററുകളുണ്ട്. അവിടെയൊക്കെ ഒരുപാട് പേർ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വക്കീലന്മാർക്ക് ജഡ്ജാകാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എക്സാമിൽ മിനിമം മാർക്ക് പോലും സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ പ്രശ്നം മറ്റൊരു പ്രശ്നത്തിന് കാരണമാകും. അതാണ് നമ്മുടെ സുപ്രീം കോടതിയിലെ വക്കീലന്മാർ പറയുന്ന ജാക്ക് ഓഫ് ഓൾ ട്രേഡ് പ്രോബ്ലം. ഒരുപാട് ജഡ്ജിമാരൊന്നുമില്ലല്ലോ, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള കേസുകളാണ് പലതും. ചിലതൊക്കെ കോർപ്പറേറ്റ് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ചിലതൊക്കെ ഫൈനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ടതാണ്, ചിലത് ക്രിമിനലാണ്, ചിലതൊക്കെ സിവിലാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. പക്ഷേ ഇതെല്ലാം അറ്റൻഡ് ചെയ്യുന്നത് ഏതാണ്ട് ഒരേ വക്കീലന്മാർ തന്നെയാണ്. കുറച്ചു കാലം അവർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കേസിൻ്റെ ജഡ്ജിയായിരിക്കും. എന്നാൽ പിന്നീട് അവരെ അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റിയിരുത്തും. അവർക്ക് കോർപ്പറേറ്റ് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യവും അറിയത്തില്ലായിരിക്കും. അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കാണത്തില്ല. അവർ മറ്റു പല കേസുകളിലുമായിരിക്കും ജഡ്ജായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടാവുക. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അവരെ പിടിച്ച് കോർപ്പറേറ്റ് അഫയേഴ്സിൽ കൊണ്ടുപോയി ഇരുത്തും. അവിടുത്തെ വാദങ്ങൾ അവരിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഒരു ഭാഗത്ത് പ്രതിഭാഗം വാദിക്കും. അപ്പോൾ ആ ജഡ്ജിന് തോന്നും, പ്രതിഭാഗം പറയുന്നതാണ് ശരി. അത് കഴിയുമ്പോഴത്തേക്കിന് വാദിയുടെ വാദങ്ങളായിരിക്കും. വാദിയുടെ വാദങ്ങൾ കേൾക്കുമ്പോൾ ഇതായിരിക്കും ശരി. രണ്ടും കൂടെ കേട്ട് കൺഫ്യൂസ്ഡ് ആകുമ്പോൾ ഒടുവിൽ ആ ജഡ്ജി ഇങ്ങനെ പറയും, കോർട്ട് അഡ്ജേൺഡ്. ഇന്ത്യാസ് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ അനുസരിച്ച് ഒരു കേസ് അഡ്ജേൺ ചെയ്യാൻ പറ്റുന്നത് പരമാവധി 3 തവണയാണ്. പക്ഷേ ഈ നിയമം, ഈ റെഗുലേഷൻ വെറും ഒരു തമാശ മാത്രമാണ്.
പല കേസുകളും 30, 60, 70, 100 തവണയൊക്കെയാണ് അഡ്ജേൺ ചെയ്യുന്നത്. ചില മിടുക്കന്മാരായിട്ടുള്ള കുശാഗ്രബുദ്ധിക്കാരായിട്ടുള്ള വക്കീലന്മാർ ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അവർക്കറിയാം ഏതൊക്കെ സാഹചര്യത്തിലാണ് കോർട്ട് അഡ്ജേൺ ചെയ്യുന്നതെന്ന്, അതൊരു മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെക്കുന്നതെന്ന്. ആ രീതിയിലായിരിക്കും അവർ ബിഹേവ് ചെയ്യുക. ആ രീതിയിലുള്ള വാദങ്ങളായിരിക്കും അവർ ജഡ്ജിൻ്റെ മുൻപിൽ നിരത്തുക. അങ്ങനെ കേസ് മുൻപോട്ട് തള്ളിപ്പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ തള്ളിപ്പോകുമ്പോൾ ഇവിടെ ശരിക്കും ലാഭം ഉണ്ടാക്കുന്നത് ആ വക്കീലാണ്. ക്ലയൻറ്റിൻ്റെ കീശയിലെ പണം അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. എനിക്ക് പേഴ്സണലായിട്ട് തന്നെ ഒരു അനുഭവം ഇത്തരത്തിലുണ്ടായിട്ടുണ്ട്. ആ വക്കീലിനോട് നമ്മുടെ കേസ് ഏത് സെക്ഷൻ അനുസരിച്ചാണ് ഫയൽ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, അതൊന്നും നിങ്ങളോട് പറയേണ്ട ബാധ്യസ്ഥതയും എനിക്കില്ല, ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി, ഇത്രയും പറഞ്ഞിട്ട് ആ മനുഷ്യൻ ഫോൺ അങ്ങ് കട്ട് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന് വേറെന്തൊക്കെയോ തിരക്കുകളുണ്ടെന്ന്. ഇത്തരത്തിൽ വളരെ ബ്രില്യൻ്റായിട്ട് ക്ലയൻറ്റിനെ പറ്റിച്ച് ജീവിക്കുന്ന ഒരുപാട് വക്കീലന്മാർ നമ്മുടെ ഈ നാട്ടിലുണ്ട്. നാട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അവരും നമ്മുടെ രാജ്യത്തെ പിന്നോക്കം വലിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുമുണ്ട്. നമ്മുടെ ലോവർ കോർട്ടിലെ അവസ്ഥ മോശമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, മിഡിൽ കോർട്ടിലെ അവസ്ഥ നീണ്ടുപോകുന്ന ഡിലേകളാണെങ്കിൽ, ഹൈക്കോർട്ടിൻ്റെയും സുപ്രീം കോർട്ടിൻ്റെ അവസ്ഥ എന്താണ്? അവിടെ ശരിക്കും വർഗീയമായിട്ടുള്ളൊരു സെലക്ഷൻ തന്നെയാണ് നടക്കുന്നത്. പല വികസിത രാജ്യങ്ങളിലും പല ഡെമോക്രാറ്റിക് കൺട്രികളിലും ഒരു സുപ്രീം കോടതി ജഡ്ജിനെ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിനെ തിരഞ്ഞെടുക്കുന്നത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെയാണ്. അതിൽ അനേകം പേർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. ചുരുക്കത്തിൽ ഏതാനും ചില ആളുകളല്ല ആരൊക്കെ അടുത്ത സുപ്രീം കോടതി ജഡ്ജാകണമെന്നും ആരൊക്കെ അടുത്ത ഹൈക്കോടതി ജഡ്ജാകണമെന്നും തീരുമാനിക്കുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അതൊരു ചെറിയ ഗ്രൂപ്പ് മാത്രമാണ്. അതാണ് കൊളീജിയം സിസ്റ്റം. ഈ കൊളീജിയം സിസ്റ്റത്തിലുള്ളത് വളരെ സീനിയേഴ്സായിട്ടുള്ള ജഡ്ജിമാരാണ്. ആ ജഡ്ജിമാർ തീരുമാനിക്കും അടുത്ത സുപ്രീം കോടതി ജഡ്ജ് ആരായിരിക്കണമെന്നും അടുത്ത ഹൈക്കോടതി ജഡ്ജ് ആരായിരിക്കണമെന്ന്. മുൻ അറ്റോർണി ജനറൽ ആയിരുന്ന മുകുൾ റോട്ട്കി പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള ഒരു നിയമവുമില്ലെന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനൊരു നിയമമില്ല, പാർലമെൻ്ററി ആക്റ്റിൽ അങ്ങനൊരു നിയമവുമില്ല. പക്ഷേ സുതാര്യമായിട്ട് ഒരു രീതിയിലുള്ള പൊളിറ്റിക്കൽ പ്രഷറുമില്ലാതെ ഏറ്റവും മികച്ച ടാലൻസിനെ കൊണ്ടുവരാൻ വേണ്ടി 1990 നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു കൊളീജിയം സിസ്റ്റം. പക്ഷേ കൊളീജിയം സിസ്റ്റം അങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? അവിടെ മുഴുവനും റെക്കമെൻഡേഷൻസ് ആണ്. ടോപ്പ് ജഡ്ജസ് മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു പാനൽ. ആ പാനലിലുള്ള ഓരോ ജഡ്ജസും അവരുടേതായിട്ടുള്ള ആളുകളെ തിരികെ കയറ്റും. അവർ മറ്റുള്ള ജഡ്ജിമാരോട് പറയും, ഈ വ്യക്തി എൻ്റെ ആളാണ്, അപ്പോൾ ഇയാളെ വേണം അടുത്ത ജഡ്ജായിട്ട് എടുക്കാൻ. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് ആ വ്യക്തിയെ ജഡ്ജായിട്ട് എടുക്കും. അടുത്തൊരവസരം വരുമ്പോൾ വേറൊരു ജഡ്ജി പറയും, ഇത്തവണ എനിക്ക് വേണ്ടപ്പെട്ട ഇന്ന വ്യക്തി എടുക്കണം, ആ വ്യക്തിയാണ് ഇതിന് അനുയോജ്യൻ. അങ്ങനെ അവരെല്ലാവരും കൂടിച്ചേർന്ന് ആ വ്യക്തിയെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരും. ഇത്തരത്തിൽ റെക്കമെൻഡേഷൻ്റെ പുറത്ത് മാത്രം അധികാരത്തിൽ വരുന്ന ജഡ്ജിമാർക്ക് കാര്യമായിട്ടുള്ള ടാലൻ്റ് ഒന്നുമില്ല. ടാലൻ്റ് ഇല്ലെന്ന് മാത്രമല്ല, അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് പോലുമില്ല. ഈ അടുത്തിടയ്ക്ക് അലഹബാദ് ഹൈക്കോർട്ടിൽ ഒരു ജഡ്ജിനെ എടുത്തിരുന്നു. ആ ജഡ്ജിന് വെറും 2 ലൈൻ മാത്രമുള്ള ഒരു കോടതി ഉത്തരവ് ഒരു ഓപ്പൺ കോർട്ടിൽ ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോലും സാധിച്ചിരുന്നില്ല. ഈ ജഡ്ജിമാരെയൊക്കെ ഏത് പാനലിൽ നിന്ന് എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ഹൈക്കോടതി ജഡ്ജിമാരെ എടുക്കുന്നത് ബഹുഭൂരിപക്ഷവും ഗവൺമെൻറ് പാനലിൽ നിന്നാണ്. ഒരു ഗവൺമെൻറ് പാനലിലുള്ള ജഡ്ജിമാർ എത്രക്കാരാണെന്ന് നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ അവിടെ തിരികെ കയറ്റുന്നതെല്ലാം കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള വക്കീലന്മാരെ ആയിരിക്കും. അതിൻ്റെ മാനദണ്ഡം അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കണമെന്നത് മാത്രമാണ്. കോൺഗ്രസ്സിലും BJPയിലും ഒക്കെ ഇതുതന്നെയാണ് അവസ്ഥ. മൊത്തം ഇത്തരത്തിലുള്ള പാനലിൽ നിന്നും എടുക്കുന്നത് 40 മുതൽ 60% വരെയാണ്. ഡൽഹിയിലും ഗുജറാത്തിലും തെലങ്കാനയിലും ഇത് 54 മുതൽ 59% വരെ വരും. ഛത്തീസ്ഗഡിൽ ഇത് 62%. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു വക്കീലിന് ജഡ്ജാകണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അദ്ദേഹം ചിന്തിക്കുക? ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏതാണെന്ന് നോക്കും. ഏറ്റവും എളുപ്പമുള്ള മാർഗം ഗവൺമെൻറ്റിൻ്റെ പാനലിൽ കയറിപ്പറ്റുക. ഗവൺമെൻറ്റിൻ്റെ പാനലിൽ കയറിപ്പറ്റണമെങ്കിൽ ഗവൺമെൻറ്റിനെ സൂചിപ്പിക്കണം. ഗവൺമെൻറ് പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കണം. ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ഭാരവാഹിയായിരിക്കണം. അതിനുവേണ്ട സഹായങ്ങളും ഒത്താശകളും ചെയ്തു കൊടുക്കണം. നമ്മളൊരു മോഡേൺ സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണ്. ഇന്ത്യ പോലെ ശക്തമായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നവരാണ്. അത്രയും സിവിലൈസ്ഡ് ആയിട്ടുള്ള നമ്മൾ കോടതിയുടെ മുമ്പിൽ പോകുമ്പോൾ വെറും അടിമയെ പോലെ സംസാരിക്കണം.
ഒരു 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു അടിമയുടെ ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ മൈ ലോഡെന്നും യുവർ ലോഡ്ഷിപ്പ് എന്നും വിളിക്കണം. വിനീതപൂർവ്വം കൂപ്പുകൈയോടുകൂടി അവിടെ കുനിഞ്ഞു നിൽക്കണം. ഒരു സാധാരണ സിറ്റിസന് അദ്ദേഹത്തിന് അവകാശപ്പെട്ട ഭരണഘടനാപരമായിട്ടുള്ള റൈറ്റ്സ് നേടിയെടുക്കാൻ വേണ്ടി ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പറിനെ പോലും പ്രെയർ എന്നാണ് വിളിക്കുന്നത്, പ്രാർത്ഥന എന്നാണ് വിളിക്കുന്നത്. പ്രാർത്ഥിക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ മുൻപിലാണോ ഈ അപേക്ഷയുമായിട്ട് പോകുന്നത്? അവരൊക്കെ ദൈവങ്ങളാണോ? നമ്മുടെ ടാക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അവർക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി സർവീസ് തരാൻ വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ബഹുമാനിക്കണം. പക്ഷേ അവർക്ക് കൊടുക്കുന്ന അപേക്ഷ പ്രെയർ ആണെന്നും അവരെ നമ്മൾ മൈലോടെന്നുമൊക്കെ വിളിക്കേണ്ട എന്തെങ്കിലും ബാധ്യസ്ഥത നമുക്കുണ്ടോ? ഇവർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ്. ഇവരുടെ പ്രിവിലേജസ് തീരുമാനിക്കുന്നത് ഇവർ തന്നെയാണ്. 5.5 കോടി കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ എത്ര വെക്കേഷനുകളാണ് ഇവരെടുക്കുന്നത്? സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞ് പൂട്ടിയിടും. വിൻ്റർ ബ്രേക്കുകളുണ്ട്. ഇതുകൂടാതെ ഫെസ്റ്റിവൽ സെലിബ്രേഷൻസ് ഉണ്ട്. നിങ്ങളൊരു സിനേറിയോ ചിന്തിക്കുക. ഒരുപാട് വർക്ക് പ്രഷറുള്ള നമ്മുടെ ഡോക്ടേഴ്സും നഴ്സുമാരുമൊക്കെ നിയമപ്രകാരം വെക്കേഷൻ എടുക്കുന്നു. ഒരു 2 മാസം നീണ്ടു നിൽക്കുന്ന വെക്കേഷൻ. ആ വെക്കേഷനിൽ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള അവസ്ഥയുമായിട്ട് വരുന്ന രോഗികൾക്ക് മാത്രമേ ചികിത്സ കിട്ടത്തുള്ളൂ. അവരെ മാത്രം ചികിത്സിക്കാൻ ഏതാനും ഡോക്ടേഴ്സ് കാണും. അല്ലാതുള്ള ആളുകൾക്ക് ഒരു രീതിയിലുള്ള ചികിത്സയുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണല്ലോ ഇന്ത്യൻ പോലീസ്. ഇന്ത്യയിലുള്ള പോലീസുകാർക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദമുണ്ട്. അവർക്കും ഒരു 2 മാസത്തെ വെക്കേഷൻ കൊടുത്താലോ? ഗുരുതരമായിട്ടുള്ള ആളുകളുടെ ജീവൻ പോലും പോകുന്ന ഒരു ഘട്ടം മാത്രം വരുമ്പോൾ ചില പോലീസിൻ്റെ മാത്രം സർവീസ് മാത്രം ഈ വെക്കേഷൻ സമയത്ത് വിട്ടുകൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള കലാപങ്ങളായിരിക്കും നമ്മുടെ നാടുകളിൽ അരങ്ങേറുന്നത്. ഇതുതന്നെയല്ലേ കോടതിയിലും നടക്കുന്നത്? 5.5 കോടി കേസുകളാണ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. തുടർച്ചയായിട്ട് വാദം കേട്ടാൽ പോലും വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം അത് നീണ്ടു നിൽക്കും. എന്നിട്ട് പോലും എങ്ങനെ ഇവർക്ക് വെക്കേഷൻ എടുക്കാൻ സാധിക്കും? ഉറപ്പായിട്ടും വക്കീലന്മാർക്ക് ലീവ് വേണം. അവർക്ക് കുറച്ച് കാലമൊക്കെ മാറി നിൽക്കണം. മാനസികമായിട്ടുള്ള ഉല്ലാസം വേണം. അതിനുവേണ്ടി മുഴുവൻ സിസ്റ്റവും നിർത്തിവെച്ചിട്ട് എല്ലാവർക്കും അങ്ങ് വെക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? വർഷത്തിൽ കുറച്ച് ദിവസങ്ങൾ അവർക്ക് വെക്കേഷൻ കൊടുക്കാം. പക്ഷേ അതെല്ലാവർക്കും കൂടെ ഒരൊറ്റ സമയം അല്ലെങ്കിൽ ഒരേ സമയമാകാൻ പാടില്ല. വ്യത്യസ്തമായിട്ടുള്ള പല സമയങ്ങളിൽ അവർക്ക് ലീവ് എടുക്കാം. ഈ 5.5 കോടി കേസ് പെൻഡിങ് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആരുടെ കേസുകളാണ് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കുമിഞ്ഞുകൂടി കിടക്കുന്നതെന്നറിയാമോ? ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങളുടെ ഉടമസ്ഥനെന്നറിയാമോ? ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനമാണോ? നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന അംബാനിയും അദാനിയും ഒക്കെയാണോ? അല്ല. നമ്മുടെ പറമ്പിലുള്ള പ്ലാവിൽ നിന്ന് കരിയില പറന്ന് അപ്പുറത്തെ പറമ്പിൽ വീണെന്ന് പറഞ്ഞ് നമ്മളെ ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ കല്ലെടുത്തെറിയുന്ന നമ്മുടെ അയൽക്കാരനാണോ? അവരുമല്ല. പിന്നെ ആരാണ്? പ്രധാനപ്പെട്ട വില്ലൻ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് തന്നെയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും സെൻട്രൽ ഗവൺമെൻറ്റുകളും. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണോ ഇവർ കോടതിയുടെ മുൻപിലേക്ക് കൊണ്ടുപോകുന്നത്? രാജ്യം നിലനിൽക്കാൻ അത്യാവശ്യമായിട്ടുള്ള കേസുകളാണോ ഇവർ വാദിക്കുന്നത്? കണക്കുകൾ അനുസരിച്ച് 50% വരുന്ന പെൻഡിങ് കേസുകളുടെ കാരണക്കാർ ഗവൺമെൻറ്റാണ്. മിക്ക കേസുകളും വളരെ നിസ്സാരമായിട്ടുള്ള കേസുകളാണ്. അവയ്ക്കൊക്കെ, ആ നിസ്സാരമായിട്ടുള്ള കേസുകൾക്കൊക്കെ ഇവർ അപ്പീലിന് പോകും. ഹൈക്കോടതിയിൽ പോകും, സുപ്രീം കോടതിയിൽ പോകും. ഇവർക്ക് എത്ര വേണമെങ്കിലും ലെവലിലേക്ക് പോകാമല്ലോ. കാരണം പൈസയൊക്കെ ഇറക്കുന്നത് ഇവരുടെ പോക്കറ്റിൽ നിന്നല്ല, നമ്മുടെ ഖജനാവിൽ നിന്നാണ്. മുമ്പൊരു കേസിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടക്കത്തിൽ. 50 രൂപയ്ക്ക് വേണ്ടി ഒരു സാധു മനുഷ്യനെ കശാപ്പ് ചെയ്തിട്ടുള്ള കഥ. ആ 50 രൂപയ്ക്ക് വേണ്ടി എത്ര വർഷമാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോയത്? എത്രയെത്ര ഉയർന്ന കോടതികളിലേക്ക് ഇവർ കൊണ്ടുപോയി. ഈ ഒരു കേസ് മാത്രമല്ല, ഇത്തരത്തിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ, പെൻഷൻ വൈകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ട്രാൻസ്ഫർ ഓർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ നിസ്സാരമായിട്ടുള്ള ഈഗോ സംബന്ധമായിട്ടുള്ള കാരണങ്ങളാണ് ഉയർന്ന കോടതികൾ വരെ ഇവർ അപ്പീലുമായിട്ട് പോകുന്നത്. ഇതിൽ ബഹുഭൂരിപക്ഷം കേസുകളും ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അവരുടെ ഹെഡ് ഇവരെയെല്ലാം വിളിച്ചിരുത്തി ഒരു അരമണിക്കൂർ മാത്രം സംസാരിച്ച് ഒത്തുതീർപ്പാക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതാണ് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന നീതി വ്യവഹാരങ്ങളിലേക്ക് കടന്നുകൂടുന്നത്. നമ്മുടെ ഭരണഘടനാ ശില്പികൾ സുപ്രീം കോടതിയെ ഡിസൈൻ ചെയ്തത് സാധാരണ കോടതികൾ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല. രാജ്യത്തെ സംബന്ധിച്ച നിർണായകമായിട്ടുള്ള പല കേസുകളും വിധി എഴുതാനും ഭരണഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാനും ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനും
സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഒത്തുതീർപ്പ് നടത്താനും അല്ലെങ്കിൽ അതിൻ്റെ വിധി പ്രസ്താവന പുറപ്പെടുവിക്കാനും വേണ്ടിയൊക്കെയാണ്. 1950 നമ്മുടെ സുപ്രീം കോടതി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ മൊത്തം കേസിൻ്റെ 15% വളരെ പ്രാധാന്യമർഹിക്കുന്ന വൈറ്റലായിട്ടുള്ള കേസുകളാണ് ഡീൽ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഡീൽ ചെയ്യുന്ന കേസുകളിൽ 99% റെഗുലറായിട്ടുള്ള പെറ്റീഷനുകളും അനാവശ്യമായിട്ടുള്ള അപ്പീലുകളും മാത്രമാണ്. നമ്മുടെ ലോവർ കോർട്ടുകൾ തകർന്നടിഞ്ഞു. അവിടെ വരുന്ന ചില ഡിസ്പ്യൂട്ടുകൾ നേരെ ഹൈലൈറ്റ് ചെയ്തു പോകുന്നത് നമ്മുടെ ഉയർന്ന കോടതികളിലേക്കാണ്. ആ കോടതികളിൽ എത്തുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ചില പെറ്റീഷനുകളും ജാമ്യ ഹർജികളും ചെക്ക് ബൗൺസിങ് കേസുകളുമൊക്കെയാണ്. സുപ്രീം കോടതി എല്ലാ പൗരന്മാർക്കും ഒരുപോലെ തന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കോടതി ആകണം. അതിനുവേണ്ടി നമ്മുടെ സുപ്രീം കോടതി പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അവിടെ വന്ന് കുന്നുകൂടുന്നതൊക്കെ സാധാരണ ഡിസ്പ്യൂട്ടുകൾ മാത്രമാണ്, കീഴ്ക്കോടതിയിൽ മാത്രം അവസാനിപ്പിക്കേണ്ട ഡിസ്പ്യൂട്ടുകൾ. ഈ കേസുകളൊക്കെ സുപ്രീം കോടതിയിൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായകമായിട്ടുള്ള പല കേസുകളും വർഷങ്ങളോളം അവിടെ അങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഇവിടുത്തെ കോടതികളെയും നീതിന്യായ വ്യവസ്ഥയുമൊക്കെ സംരക്ഷിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? അങ്ങനെ സംരക്ഷിക്കുന്നതിലൂടെ ഈ രാജ്യത്തെ തന്നെ ഒരു വികസിത രാജ്യമാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും ഇപ്പോൾ നിലവിലുള്ള കൊളീജിയം സിസ്റ്റം തന്നെ നമ്മൾ മാറ്റി എഴുതണം. ഏതാനും ചില ആളുകളായിരിക്കരുത് ആരാണ് അടുത്ത സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ആരാണ് അടുത്ത ഹൈക്കോടതി ജഡ്ജ് എന്ന് തീരുമാനിക്കേണ്ടത്. അതൊരു വലിയ സമിതിയായിരിക്കണം. ആ സമിതിയിൽ സീനിയേഴ്സായിട്ടുള്ള ഒരുപാട് ജഡ്ജിമാരുണ്ടായിരിക്കണം, റിട്ടയേർഡ് ജഡ്ജിമാരുണ്ടായിരിക്കണം, വെറ്ററൻ ലോയേഴ്സ് ഉണ്ടായിരിക്കണം, ഇൻഡിപെൻഡൻറ്റ് എക്സ്പേർട്സ് ഉണ്ടായിരിക്കണം. ഇവർ വേക്കൻസി വരുന്നതിന് ഒരു 2 വർഷം മുമ്പ് തന്നെ അവിടെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ജഡ്ജിമാരുടെ അല്ലെങ്കിൽ ജഡ്ജിമാരാകാൻ പോകുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം. സമ്മർ വെക്കേഷനും വിൻ്റർ ബ്രേക്സും ഒക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. 365 ദിവസങ്ങളും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായിരിക്കണം ഇവിടുത്തെ കോടതികൾ. അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള ജഡ്ജിമാരെല്ലാം എല്ലാ ദിവസവും കോടതി പോകണമെന്നല്ല. അവർക്ക് പല അവധികളും കൊടുക്കണം, പല ഓഫുകളും കൊടുക്കണം. അതനുസരിച്ച് കൂടുതൽ റിക്രൂട്ട്മെൻറ്റുകൾ നടത്തിയെടുക്കാൻ നോക്കണം. റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോഴുള്ള പ്രശ്നം നമുക്കറിയാമല്ലോ. കീഴ്ക്കോടതികളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ ആവശ്യമായിട്ടുള്ള ആളുകളെ കിട്ടുന്നില്ല, അവർക്ക് മിനിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ലോ കോളേജുകളിലെ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കണം. നന്നായി പഠിച്ചു വരുന്ന ആളുകൾക്ക് മാത്രം വക്കീലാകാൻ സാധിക്കണം. അങ്ങനെ നന്നായി പഠിച്ച് വക്കീലാകുന്ന വ്യക്തികൾ എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ അവർക്ക് കീഴ്ക്കോടതിയിലെ ജഡ്ജായിട്ട് കയറാൻ പറ്റണം. അവിടെ മിനിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. അതിന് പറ്റുന്ന തരത്തിലുള്ള റെഗുലേഷൻസ് ഗവൺമെൻറ് ഉണ്ടാക്കിയെടുക്കണം. ഈഗോയുടെയും അരഗൻസിൻ്റെയും ഒക്കെ പുറത്ത് ഓരോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഉയർന്ന കോടതികളിലേക്ക് വരുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. അത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള കേസുകളുമായി ഉയർന്ന കോടതികളിലേക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ അവർക്ക് പെനാൽറ്റി എഴുതി കൊടുക്കണം. പെനാൽറ്റി എഴുതി കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ പേരിലോ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലോ ആയിരിക്കരുത്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിൽ നിന്നായിരിക്കണം പണം നേരിട്ട് ഏറ്റെടുക്കേണ്ടത്. അതായത് അദ്ദേഹത്തിന് കിട്ടുന്ന സാലറിയിൽ നിന്നായിരിക്കണം. നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതല്ല വേറെന്തെങ്കിലുമാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഒരു കോടതിയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.